അർജുനെ രക്ഷപ്പെടുത്താൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഇന്ന് പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് അത് പരിഗണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളിയായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ആ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കർണാടക സർക്കാരിന്റെ വീഴ്ചയടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ രാത്രിയിൽ ഒരു ജോലി ചെയ്യുന്നത് പോലെ 8 മണിയാകുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം നിർത്തി മടങ്ങിപ്പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. സ്വാതി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഈ ഹർജിയുണ്ട്, ഒപ്പം തന്നെ ബജറ്റ് നാളെ വരാൻ വേണ്ടി പോകുന്ന ദിവസമാണ്. ഒപ്പം പാർലമെന്റിന് ഭീഷണിയുണ്ട് സിഖ് ഭീകര സംഘടനകളുടെ. അങ്ങനെയുള്ള കുറേ വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി വളരെ വേഗം പോകണം. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സ്വാതി, നമ്മളിപ്പോൾ സംസാരിച്ചിട്ട് കുറേ ദിവസമായി. കാരണം ദില്ലിയിലേക്കൊന്നും നമ്മൾ അങ്ങനെ അധികം വരാറില്ല. കാരണം നമ്മളെല്ലാവരും അർജുനെ കാത്ത് ഇങ്ങനെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുൻപിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് അർജുനെ രക്ഷപ്പെടുത്താൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടൊരു ഹർജി വരികയാണ്. മറ്റു മാർഗ്ഗങ്ങളൊക്കെ പരാജയപ്പെടുമ്പോഴാണ് മനുഷ്യൻ കോടതിയുടെ മുൻപിലേക്ക് വരുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. ഇന്ന് അടിയന്തരമായി ചീഫ് ജസ്റ്റിസ് അതിൽ വാദം കേൾക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇത്തരത്തിൽ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹർജിയോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കർണാടക ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ വരുത്തിയ വീഴ്ചയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജി അടിയന്തരമായി ഇന്ന് പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടങ്ങിയ ബെഞ്ചാണ് ഇത് ഇന്ന് പരിഗണിക്കാൻ വേണ്ടിയിരിക്കുന്നത്. വിവിധ സൈന്യ സഹായങ്ങൾ ഒക്കെ തന്നെയും നൽകിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നും ഈ എല്ലാ സൈന്യ സഹായങ്ങളും അർജുന് വേണ്ടി നൽകണമെന്ന ആവശ്യം അടക്കം ഉള്ള ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കർണാടക സർക്കാരിൻ്റെ വലിയ വീഴ്ച ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചയടക്കം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല രാത്രിയിലടക്കമുള്ള ഈ തെരച്ചിലും മറ്റ് രക്ഷാപ്രവർത്തനമൊക്കെ നിർത്തിവെച്ച അല്ലെങ്കിൽ വൈകിപ്പിച്ച സാഹചര്യമൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർജി പരിഗണിച്ചിട്ടുള്ളത്. കുറേ ദിവസങ്ങളായി അർജുൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു. കേരളത്തിലെ സർക്കാർ വലിയ എല്ലാ സൈന്യങ്ങളും ഒരുക്കിക്കൊണ്ട് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒപ്പം നിന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ഹർജി തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് അടിയന്തരമായി പരിഗണിക്കുമ്പോൾ പോലും വലിയ വിശ്വാസവും വലിയ ആശങ്കയും ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മനു. തീർച്ചയായും ഏതായാലും കോടതി അതിൽ എന്ത് പറയുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ അനാസ്ഥയും ആ ഹർജിയിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് ഈ ഹർജി പരിഗണിക്കുക എന്ന് മനസ്സിലാക്കുന്നു. വിവിധ സൈനിക സഹായങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കണമെന്നാണ് ആ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച കർണാടക സർക്കാരിൻ്റെ വീഴ്ച ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ രാത്രിയിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച നടപടിയടക്കം ഈ ഹർജിയിൽ ഉയർത്തുന്നുണ്ട്. ഏതായാലും കോടതി അത് പരിഗണിക്കുകയും അതിൽ കൃത്യമായൊരു നിരീക്ഷണം നടത്തുകയും ചെയ്യും, ഉത്തരവ് നടത്തുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.